ഹായ് കൂട്ടുകാരെ, യേശുപ്പച്ചൻ്റെ നല്ല കൂട്ടുകാര്, നിങ്ങൾ ഈ ബട്ടർഫ്ലൈസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെനിക്കറിയാം. ഇഷ്ടപ്പെടുന്നില്ലയോ? ഒന്നിവിടെ നോക്കിയേ, ചിരിച്ചു വന്ന്. ഇഷ്ടപ്പെടുന്നുണ്ടോ? യെസ്. ഞാനൊരു ഹലോ പറയാം. ഹായ് ഒന്ന് പറഞ്ഞേ. ഹലോ. ഹായ്. എന്നിട്ട് 2-3 പേര് പറയുന്നില്ല. ഹലോ. യെസ്, ഹായ്. ഈ സക്കായിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സക്കായിയുടെ പ്രത്യേകത എന്തായിരുന്നു പ്രത്യേകത? നീളം കൂടിയതാണോ? ഹൈറ്റ് കുറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു സക്കായി. എവിടാ കയറിയിരുന്നേ? കാട്ടത്തി വൃക്ഷത്തിൻ്റെ മേളിൽ. അവനവിടെ അങ്ങ് സ്റ്റക്കായിപ്പോയി. യേശു അപ്പച്ചൻ അതിലേക്കൂടെ വന്നപ്പോൾ സക്കായിയെ നോക്കി പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നമ്മൾ പലപ്പോഴും സ്കിറ്റായിട്ട് ഇതൊക്കെ കളിച്ചിട്ടില്ലേ? അങ്ങനെ വരുന്ന ഒരു പാട്ട് പഠിക്കണോ? നിങ്ങൾക്കൊരു ജോറില്ലല്ലോ, ഒരു ഉന്മേഷമില്ലല്ലോ. ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് ചേർന്ന് പഠിക്കാം. ആദ്യത്തെ സെഗ്മെന്റ് ഒന്നായി പാടാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? വീണ്ടും നമുക്ക് ഈ ക്ലാസ്സിന് ഒരുമിച്ച് കൂടാൻ ആരാ സഹായിച്ചേ? യേശു കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യാത്രകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും പഠനത്തിലുമൊക്കെയും യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ യേശു കർത്താവാണ് നമ്മോട് വഴി നടത്തിയെന്ന്? നമ്മുടെ കൂടെ യേശു കർത്താവ് ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടല്ലേ. നമ്മൾ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും ആര് കാണുന്നുണ്ടോ? യേശു കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. അങ്ങനെ യേശു കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച ഒരാളുണ്ട്. ആരാന്നറിയാമോ? വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ, സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ യേശു കർത്താവിനെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഒരു ആൾക്കൂട്ടത്തിന് അവിടെ പോയി യേശു കർത്താവിനെ കാണാൻ ശ്രമിച്ച് കാണാൻ പറ്റിയില്ല. കാരണം എന്താ? ആൾക്ക് നീളക്കുറവായിരുന്നു. ആരാണ്? ആരാ പറഞ്ഞേ? സക്കായി ഇല്ലേ? വെരി ഗുഡ്. നിങ്ങൾക്ക് അറിയാമന്നേരം. സക്കായി ആണല്ലേ. സക്കായിയെക്കുറിച്ചുള്ളൊരു പാട്ട് നമുക്ക് പഠിക്കാം. സക്കായി യേശു കർത്താവിനെ കാണാനായിട്ട് പോയി അത്തിമരത്തിൽ കയറി. എല്ലാവർക്കും ആ കഥയൊക്കെ അറിയാമല്ലോ. ആ പാട്ട് നമുക്കൊന്ന് പഠിക്കാം. ആദ്യം അച്ചാച്ചനൊന്ന് പാടി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് പാടാം. സക്കായി സ്റ്റക്കായി പോയി, അയ്യോ സക്കായി സ്റ്റക്കായി പോയി. സക്കായി സ്റ്റക്കായി പോയി, അയ്യോ സക്കായി സ്റ്റക്കായി പോയി. യേശു ഒരു നാൾ എരിഹോവിലെത്തിയ നേരം, തെരുവിലൂടെ നടന്നു നടന്നു നീങ്ങിയ നേരം. യേശു ഒരു നാൾ എരിഹോവിലെത്തിയ നേരം, തെരുവിലൂടെ നടന്നു നടന്നു നീങ്ങിയ നേരം. നീളം കുറഞ്ഞവനായ സക്കായി കട്ടത്തിൽ വലിഞ്ഞു വലിഞ്ഞു കേറി. നീളം കുറഞ്ഞവനായ സക്കായി കട്ടത്തിൽ വലിഞ്ഞു വലിഞ്ഞു കേറി. സക്കായി പ്ലിങ്ങായി പോയി, യേശു കണ്ടപ്പോ പ്ലിങ്ങായി പോയി. സക്കായി പ്ലിങ്ങായി പോയി, യേശു കണ്ടപ്പോ പ്ലിങ്ങായി പോയി. ഗുരുവരുളി സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്നു ഞാൻ നിന്റെ വീട്ടിൽ സ്റ്റേ ആണ്. ഗുരുവരുളി സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്നു ഞാൻ നിന്റെ വീട്ടിൽ സ്റ്റേ ആണ്. ബന്ധപ്പെട്ടിറങ്ങി വന്നു സക്കായി തൻ പാപമേറ്റു പറഞ്ഞു. ബന്ധപ്പെട്ടിറങ്ങി വന്നു സക്കായി തൻ പാപമേറ്റു പറഞ്ഞു. സക്കായി ചങ്കായി മാറി, അങ്ങനെ സക്കായി ചങ്കായി മാറി. സക്കായി ചങ്കായി മാറി, നമ്മുടെ സക്കായി ചങ്കായി മാറി.
സക്കായി ചങ്കായി മാറി, നമ്മുടെ സക്കായി ചങ്കായി മാറി. സക്കായി ചങ്കായി മാറി, നമ്മുടെ സക്കായി ചങ്കായി മാറി. പാട്ടെല്ലാവരും കേട്ടോ? പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആളാണ് സക്കായി അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ സൺഡേ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇതൊരു ആക്ഷൻ സോങ്ങും കൂടാണ്. നമുക്ക് ഈ പാട്ടും ആക്ഷനും കൂടെ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അച്ചാച്ചൻ ഈ ഓരോ ലൈൻ പറഞ്ഞു തരും, അതിൻ്റെ കൂടെ ആക്ഷനും കൂടെ കാണിച്ചു തരും. എന്നിട്ട് ഇത് എല്ലാവരും പഠിക്കണം. ഓക്കെ. സക്കായി സ്റ്റക്കായി പോയി, അയ്യോ സക്കായി സ്റ്റക്കായി പോയി. പഠിക്കേ. സക്കായി സ്റ്റക്കായി പോയി, അയ്യോ സക്കായി സ്റ്റക്കായി പോയി. യേശു ഒരു നാൾ എരിഹോവിലെത്തിയ നേരം, തെരുവിലൂടെ നടന്നു നടന്നു നീങ്ങിയ നേരം. പഠിക്കേ. യേശു ഒരു നാൾ എരിഹോവിലെത്തിയ നേരം, തെരുവിലൂടെ നടന്നു നടന്നു നീങ്ങിയ നേരം. നീളം കുറഞ്ഞവനായ സക്കായി കാട്ടത്തിൽ വലിഞ്ഞു വലിഞ്ഞു കേറി. നീളം കുറഞ്ഞവനായ സക്കായി കാട്ടത്തിൽ വലിഞ്ഞു വലിഞ്ഞു കേറി. അത്രയും കിട്ടിയോ? നമുക്കൊന്ന് ചേർന്ന് പാടാം. എൻ്റെ കൂടെ ഒന്ന് നിങ്ങളും കൂടെ ചേർന്ന് പാടണേ. ഓക്കെ, ആക്ഷനും കൂടെ നിങ്ങൾ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് ചെയ്യണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. സക്കായി സ്റ്റക്കായി പോയി, അയ്യോ സക്കായി സ്റ്റക്കായി പോയി. യേശു ഒരു നാൾ എരിഹോവിലെത്തിയ നേരം, തെരുവിലൂടെ നടന്നു നടന്നു നീങ്ങിയ നേരം. യേശു ഒരു നാൾ എരിഹോവിലെത്തിയ നേരം, തെരുവിലൂടെ നടന്നു നടന്നു നീങ്ങിയ നേരം. നീളം കുറഞ്ഞവനായ സക്കായി കാട്ടത്തിൽ വലിഞ്ഞു വലിഞ്ഞു കേറി. നീളം കുറഞ്ഞവനായ സക്കായി കാട്ടത്തിൽ വലിഞ്ഞു വലിഞ്ഞു കേറി. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. അടുത്തതും നമ്മൾ പഠിച്ചത് കൂട്ട് തന്നെയാണ്, പാടിത്തരാം. അത് കഴിഞ്ഞിട്ട് പ്ലിങ് ആയെന്ന് പറഞ്ഞാൽ എന്താ? ചമ്മിപ്പോയില്ലേ? യേശു കർത്താവ് കാണത്തില്ലെന്ന് വിചാരിച്ച് കാട്ടത്തിയുടെ മണ്ടക്കിൽ ഇലയുടെ ഇടയ്ക്കൊക്കെ പാത്തിരുന്നപ്പോൾ യേശു കർത്താവ് അവിടെ വന്നിട്ട് സക്കായി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സക്കായി എന്ത് ചെയ്തു? ചമ്മിപ്പോയി. അതാണ് പ്ലിങ് ആയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സക്കായി പ്ലിങ് ആയി പോയി, യേശു കണ്ടപ്പോൾ പ്ലിങ് ആയി പോയി. പാടിക്കേ. സക്കായി പ്ലിങ് ആയി പോയി, യേശു കണ്ടപ്പോൾ പ്ലിങ് ആയി പോയി. ഓക്കെ, അടുത്തത് ഗുരുവരുളി. അങ്ങനെ ഗുരുവരുളി സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്നു ഞാൻ നിന്റെ വീട്ടിൽ സ്റ്റേ ആണ്. എങ്ങനെയാ? ഗുരുവരുളി സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്നു ഞാൻ നിന്റെ വീട്ടിൽ സ്റ്റേ ആണ്. അടുത്തത് ബന്ധപ്പെട്ടിറങ്ങി വന്നു സക്കായി തൻ പാപമേറ്റു പറഞ്ഞു. പാടിക്കേ. ബന്ധപ്പെട്ടിറങ്ങി വന്നു സക്കായി തൻ പാപമേറ്റു പറഞ്ഞു. അടുത്തത് സക്കായി ചങ്കായി മാറി, അങ്ങനെ സക്കായി ചങ്കായി മാറി. പാടിക്കേ. സക്കായി ചങ്കായി മാറി, അങ്ങനെ സക്കായി ചങ്കായി മാറി. സക്കായി ചങ്കായി മാറി, അങ്ങനെ സക്കായി ചങ്കായി മാറി. എല്ലാവരും പഠിച്ചോ? ഓക്കെ, ഇതിൻ്റെ ആക്ഷനും പഠിച്ചു, പാട്ടും പഠിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമുക്കിതൊന്ന് ചേർന്ന് പാടാം. എല്ലാവരും ഒന്ന് ഉത്സാഹത്തോടുകൂടി ഒന്ന് ചാടി എണ്ണിച്ച് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആക്ഷനും പാട്ടും നമുക്ക് ചേർന്ന് പാടാം. സക്കായി സ്റ്റക്കായി പോയി, അയ്യോ സക്കായി സ്റ്റക്കായി പോയി. സക്കായി സ്റ്റക്കായി പോയി, അയ്യോ സക്കായി സ്റ്റക്കായി പോയി. യേശു ഒരു നാൾ എരിഹോവിലെത്തിയ നേരം, തെരുവിലൂടെ നടന്നു നടന്നു നീങ്ങിയ നേരം. യേശു ഒരു നാൾ എരിഹോവിലെത്തിയ നേരം, തെരുവിലൂടെ നടന്നു നടന്നു നീങ്ങിയ നേരം. നീളം കുറഞ്ഞവനായ സക്കായി
കാട്ടത്തിൽ വലിഞ്ഞു വലിഞ്ഞു കേറി. നീളം കുറഞ്ഞവനായ സക്കായി കാട്ടത്തിൽ വലിഞ്ഞു വലിഞ്ഞു കേറി. സക്കായി പ്ലിങ്ങായി പോയി, യേശു കണ്ടപ്പോൾ പ്ലിങ്ങായി പോയി. സക്കായി പ്ലിങ്ങായി പോയി, യേശു കണ്ടപ്പോൾ പ്ലിങ്ങായി പോയി. ഗുരുവരുളി സക്കായിയെ വേഗമിറങ്ങി വാ, ഇന്നു ഞാൻ നിന്റെ വീട്ടിൽ സ്റ്റേ ആണ്. ഗുരുവരുളി സക്കായിയെ വേഗമിറങ്ങി വാ, ഇന്നു ഞാൻ നിന്റെ വീട്ടിൽ സ്റ്റേ ആണ്. ബന്ധപ്പെട്ടിറങ്ങി വന്നു സക്കായി, തൻ പാപമേറ്റു പറഞ്ഞു. ബന്ധപ്പെട്ടിറങ്ങി വന്നു സക്കായി, തൻ പാപമേറ്റു പറഞ്ഞു. സക്കായി ചങ്കായി മാറി, അങ്ങനെ സക്കായി ചങ്കായി മാറി. സക്കായി ചങ്കായി മാറി, അങ്ങനെ സക്കായി ചങ്കായി മാറി. പാടിക്കേ. സക്കായി ചങ്കായി മാറി, അങ്ങനെ സക്കായി ചങ്കായി മാറി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സക്കായി സ്റ്റക്കായി പോയി. കേട്ടായിരുന്നോ? അതുകൊണ്ട് ചിലരൊക്കെ ഇപ്പോഴും ആ ഡൈനിങ് ടേബിളിൻ്റെ കസേരയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കുക സ്റ്റക്കായിട്ട്. മക്കളെ, സക്കായി യേശുവിനെ കാണാനാണ് കാട്ടത്തി വൃക്ഷത്തിൽ കയറിയത്, ഇല്ലയോ? നിങ്ങൾ ആ പാട്ടിലൊക്കെ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടു. സക്കായി സ്റ്റക്കായി പോയി. പക്ഷേ കർത്താവ് ആ സ്റ്റക്കായ സക്കായിയോട് പറഞ്ഞു, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നമ്മൾ സ്റ്റക്കായി നിൽക്കുമ്പോൾ കൂടെ ചേർക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ നമുക്ക് ചില പാഠങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കഥയിലൂടെ. നമുക്കൊരു പുതിയ കഥ കേട്ടാലോ? ഈ കഥയുടെ പേരാണ് ഓടിപ്പോയ വേലക്കാരൻ. നിങ്ങളുടെ വീട്ടിലൊക്കെ വേലക്കാരൊക്കെ കാണുമല്ലേ? ചിലപ്പോൾ ചില ചേച്ചിമാരായിരിക്കും വേല ചെയ്യാൻ വരുന്നത്, ചിലപ്പോൾ ചില ചേട്ടന്മാരായിരിക്കും. ഇവിടെ ഒരു ചേട്ടനാണ്. ഈ ചേട്ടൻ വേലക്കാരനുണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ പേരാണ്, നിങ്ങളൊക്കെ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് പുതിയ നിയമം വായിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, ഒനേസിമോസ്. ചില കൂട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഒനേസിമോസ് എന്ന് പറഞ്ഞ വേലക്കാരൻ ഫിലേമോൻ എന്ന് പറഞ്ഞ മുതലാളിയുടെ സ്വന്തം വേലക്കാരനായിരുന്നു. ഇദ്ദേഹത്തെ വേലക്കാരൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറയുന്നത് സ്ലേവ് എന്നാണ്, അടിമ. ഇങ്ങനെ അടിമ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒനേസിമോസ് ചേട്ടൻ അത്ര താല്പര്യമില്ലായിരുന്നു, വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. എന്നാലും വല്ലതും കഴിക്കണ്ടേ, അതിനുവേണ്ടി ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഈ ഒനേസിമോസ് വേലക്കാരൻ അടിമച്ചേട്ടൻ തീരുമാനിച്ചു, ഞാൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. ഈ ഫിലേമോൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറേ പ്ലാനിങ് ചെയ്തു. പല പ്രാവശ്യം ഇങ്ങനെ രക്ഷപ്പെടാനൊക്കെ നോക്കി, നടന്നില്ല. എന്നിട്ടുണ്ടല്ലോ, ഈ ഫിലേമോൻ മുതലാളി വലിയ പുള്ളിയാണ്. ഇദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേര് പല സ്ഥലത്തു നിന്നൊക്കെ വരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പൗലോസ് എന്നോ മറ്റോ പറഞ്ഞ ഒരാളും ഇടയ്ക്കൊക്കെ കാണാൻ വരികയോ അദ്ദേഹത്തെ പറ്റിയൊക്കെ കേൾക്കുകയോ ഒക്കെ ചെയ്യാനിടയായി. അങ്ങനെ പല വലിയ വലിയ കാര്യങ്ങളും ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയാണ് ഒനേസിമോസ് അടിമ വേലക്കാരൻ്റെ തീരുമാനം. അങ്ങനെ ഒരു ദിവസം രാത്രിയൊക്കെ ആയപ്പോൾ പതുക്കെ തൻ്റെ സഞ്ചിയൊക്കെ കൂട്ടിക്കെട്ടി ആവശ്യമുള്ള സാധനമൊക്കെ ഈ ഫിലേമോൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് ബാഗിലൊക്കെ ആക്കി ഈ വീട്ടിൽ നിന്ന് രായ്ക്ക് രാമാനം നാട് കടന്നു. അന്നത്തെ നാട് കടക്കൽ എന്ന് വെച്ചാൽ ഇവിടുന്ന് ബസ്സിൽ കയറി പോവല്ല. അവർ താമസിച്ചിരുന്ന, അതായത് ഈ ഫിലേമോൻ ചേട്ടനും ഈ ഒനേസിമോസ് വേലക്കാരനുമൊക്കെ താമസിച്ചിരുന്ന കൊളോസിയ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കപ്പൽ കയറി പോകാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ കപ്പൽ കയറി ഇദ്ദേഹം ഇറ്റലി, നമുക്കൊക്കെ അറിയാം അല്ലേ, യൂറോപ്പിലെ ഒരു കൺട്രിയാണ് ഇറ്റലി. ഇറ്റലിയിലോട്ട് ചെന്നിട്ട് അവിടുത്തെ മെയിൻ സെൻറ്ററായ റോമിലോട്ട് ചെന്നങ്ങോട്ട് വിലസാൻ തുടങ്ങി. വിലസുക എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുക അവിടെ ചെന്ന് അടിച്ചു പൊളിച്ച് നല്ല 5 സ്റ്റാർ ഫുഡൊക്കെ കഴിയും, ഒന്നുമില്ല. ഒളിച്ചും പാത്തും വിലസാൻ തുടങ്ങി. കാരണം ആരെങ്കിലും കണ്ടാൽ ഇദ്ദേഹം എങ്ങാണ്ടത്തെ ഒരു അടിമയാണെന്ന് കണ്ടാലും അറിയാം. അതുകൊണ്ട് സൂക്ഷിച്ച് ആരും അറിയാതെ ഈ ഇരുട്ടിൻ്റെയൊക്കെ മറവിലാണ് ഇദ്ദേഹം നടന്നുകൊണ്ടിരുന്നത്. കുറച്ചൊക്കെ വിശപ്പും പട്ടിണിയൊക്കെ സഹിക്കേണ്ടി വന്നു. അങ്ങനെ ഇങ്ങനെ ആരും അറിയാതെ ഒന്നും പോവാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് കുറേ പട്ടാളക്കാർ
ഈ ഒനേസിമോസ് വേലക്കാരൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ പിടിച്ചടാ കൈയോടെ എന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ കൊണ്ടിട്ടു. എന്തിനാണെന്ന് അവനും അറിയത്തില്ല, ഈ പട്ടാളക്കാർക്ക് അറിയായിരിക്കും. ഏതായാലും എനിവേ ഇവനെ അറസ്റ്റ് ചെയ്ത് ഒരു മുറിയിൽ അങ്ങോട്ട് അടച്ചു. ജയിലേറയിൽ നിന്ന് വിഷമിച്ചു പോയി പുള്ളിക്കാരൻ. കുറച്ചൊക്കെ ഭക്ഷണം കിട്ടുന്നുള്ളൂ, എന്നാലും വേണ്ടില്ല, എങ്ങനെയും ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ തോന്നിത്തുടങ്ങി. ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു പട്ടാളക്കാരൻ വന്ന് ഇദ്ദേഹത്തിൻ്റെ ജയിലിൻ്റെ അറയൊക്കെ തുറന്നിട്ട് പറഞ്ഞു, നിന്നെ ഇന്ന് പുതിയൊരു മുറിയിലോട്ട് മാറ്റാൻ പോവാണ്, ആ മുറിയിൽ വേറൊരാളും കൂടുണ്ട്. അവിടെ കാക്കിയപ്പോഴാണ് ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്. ഈ പുതിയ റൂംമേറ്റിനെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹമായി സംസാരിച്ചപ്പോൾ മനസ്സിലായി റൂംമേറ്റിൻ്റെ പേര് മുമ്പേ പറഞ്ഞ പൗലോസ് എന്നാണ്. ഈ പൗലോസിന് ഒനേസിമസിനെ കണ്ടപ്പോഴേ മനസ്സിലായി, നീ ആ ഫിലേമോൻ്റെ, എൻ്റെ അരുമ സ്നേഹിതനായ ഫിലേമോൻ്റെ സ്വന്തം വീട്ടിലെ വേലക്കാരനല്ലേ, അവിടുത്തെ അടിമയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പം ഒനേസിമോസിനാകെപ്പാടെ കുറ്റബോധവും ചമ്മലും നാണക്കേടുമൊക്കെ അങ്ങോട്ടായി. അങ്ങനെ ഇവർ സംസാരിച്ചപ്പോൾ പൗലോസ് പക്ഷേ ഇവനെ കുറ്റപ്പെടുത്തിയൊന്നുമില്ല. സാധാരണ ആർക്കാണേലും ഒരുപാട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഓടിപ്പോണമെന്നോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണമെന്നോ ഒക്കെ തോന്നും. അങ്ങനെ ഒനേസിമോസും സംബന്ധിച്ച് ശരിയാണ്, ഞാനും അങ്ങനെ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്നൊക്കെ സമ്മതിച്ചപ്പോൾ പൗലോസ് തീരുമാനിച്ചു ഫിലേമോൻ ചേട്ടൻ, അതായത് ഫിലേമോൻ മുതലാളിക്ക് ഒരു വലിയ എഴുത്തെഴുതാമെന്ന്. ആ എഴുത്താണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ ബൈബിളിൽ വായിക്കുന്ന പുതിയ നിയമത്തിലുള്ള ഫിലേമോന് പൗലോസ് എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ ഈ ഒനേസിമോസിനെ പറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ വേലക്കാരന് നല്ലത് പറഞ്ഞു കൊടുത്ത് അവനെ നല്ല രീതിയിൽ ഒരു നല്ല ക്രിസ്തുവിൻ്റെ അനുയായി കൂടെ കൂട്ടണമെന്നുള്ളതായിരുന്നു ആ ലേഖത്തിൻ്റെ ഉള്ളടക്കം. അങ്ങനെ ഒരു ലെറ്ററൊക്കെ എഴുതിയതും കൊടുത്തു ഈ ഒനേസിമോസിൻ്റെ പൗലോസ്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒനേസിമോസിന് ജയിൽ മോചിതനാകാനുള്ള സമയമായി. ജയിലറൊക്കെ വന്നു പറഞ്ഞു, വാ ഇറങ്ങിക്കോ, നിനക്ക് വീട്ടിൽ പോകാം, നിൻ്റെ കുറ്റമൊക്കെ മോചിച്ചിരിക്കുന്നു. അങ്ങനെ ഒനേസിമോസ് പേടിച്ചിട്ടാണേലും ഒരു വിധത്തിലൊക്കെ അടുത്ത കപ്പൽ കയറി തിരിച്ച് കൊളോസ്യയ്ക്ക് പോയി സ്വന്തം മുതലാളി ആയിരുന്ന ഫിലേമോൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ വാതിക്കൽ ചെന്നിട്ട് 2 കൊട്ടൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഫിലേമോൻ എന്നെ ചീത്ത പറയുമോ അതോ വഴക്ക് പറയുമോ അതോ ഓടിച്ചു വിടുമെന്നൊക്കെ കരുതി. ഏതായാലും കതക് തുറന്നതും ഒനേസിമോസ് നേരെ ഈ ലെറ്റർ, ഈ എഴുത്ത് പൗലോസ് അപ്പോസ്തലൻ കൊടുത്ത ആ ലെറ്റർ നേരെ ഫിലേമോൻ ചേട്ടനെ ഏൽപ്പിക്കുന്നു. ഫിലേമോൻ അതൊക്കെ വായിച്ചു. ഒനേസിമോസിനെ അകത്ത് കയറ്റുന്നു. വീണ്ടും സ്വന്തം വെറും വേലക്കാരനല്ല, പുതിയ സൃഷ്ടിയായ ഈ വേലക്കാരനെ ഭൃത്യനായിട്ട് കൂട്ടുന്നു. അങ്ങനെ ഒനേസിമോസിനും സന്തോഷം, ഫിലേമോനും സന്തോഷം, എല്ലാവർക്കും ഹാപ്പി. താങ്ക് യു വെരി മച്ച് കൂട്ടുകാരെ. ഇങ്ങനെ പല കഥകളും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. താങ്ക് യു വെരി മച്ച്. ബൈ. എന്ത് സൂപ്പർ കഥയായിരുന്നു ഇല്ലയോ? ഫിലേമോൻ്റെ വേലക്കാരൻ ഒനേസിമോസ് ഓടിപ്പോകുമ്പോൾ അവിടുന്ന് രക്ഷിക്കുന്ന പൗലോസ്. നമ്മളൊക്കെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും ഒളിച്ചോടിയവരാണ്. പരീക്ഷയിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ ഒളിച്ചോടാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും. പപ്പായുടെ മമ്മിയുടെ അടുത്ത് നിന്ന് ഓടിപ്പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്, പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. യേശുവിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളവരല്ല. അവർ ക്രിസ്തുവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അന്നേരം നമ്മുടെ ഭാഗ്യാവസ്ഥ നമുക്കൊന്നറിയണ്ടായോ? യെസ്, അത് ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നതിൽ കൂടെ മാത്രമേ ഉള്ളൂ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. കുക്കു കുക്കു, നീ എങ്ങനെ അടിച്ച് കരയുവാണോ? എഴുന്നേക്കടാ. ഹേയ്, നീ എന്താ ഇങ്ങനെ കരയുവാണോ? യോ, കരയണ്ട കേട്ടോ. ഞാൻ കരയുക. ഓ, നീ എന്താ, നിൻ്റെ കരച്ചിൻ്റെ കാരണം എന്താ? കാരണം പറഞ്ഞേ. കാരണം എന്താ പറയുമ്പോൾ ഈ കൂട്ടുകാർക്കെല്ലാം മനസ്സിലാകും നീ എന്തിനാ കരയുന്നതെന്ന്. കാരണം പറയട്ടെ? പറ കാരണം പറ. കാരണം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ പറയാം. ആ മുയൽ ജയിച്ചതിൽ നിനക്ക് അത്ര സന്തോഷമില്ല. അതെ 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 അതെ, ആമയായിരുന്നു ജയിക്കണ്ടേ. ഓ, ആമയായിരുന്നു ജയിക്കേണ്ടത്. ഓ, പണ്ട് വേറൊരു കഥ ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് ആമയാണ് ജയിച്ചത്. ഇന്ന് മുയലാണ് കൂട്ടുകാരെ ജയിച്ചത്. അതിൽ ഇവന് ദുഃഖമാണോ സന്തോഷമാണോ? ദുഃഖം, എനിക്ക് ഭയങ്കര ദുഃഖം.
ഇവന് ഭയങ്കര ദുഃഖമാണ്. ഫ്രണ്ട്സ്, എന്തെങ്കിലും പരാജയത്തിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വിഷമിച്ച് കരയുന്നത് നല്ലതാണോ? പരാജയം ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും, പക്ഷേ ഇത് ഭയങ്കരമായി പോയി എന്നാണ് ഇവൻ പറയുന്നത്. പരാജയം ഉണ്ടാകട്ടെ, ഡോണ്ട് ക്രൈ. പരാജയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യും? നിർത്തി അവസാനിപ്പിക്കുമോ? ഞാൻ നിന്നോട് ഒരാളുടെ, നിങ്ങളുടെ കാട്ടിലെ ഒരാളുടെ കഥ പറയാം. വേഗം പറയാമേ. കഥ ഇതാണ്. ആ പുലിച്ചേട്ടനെ നോക്കിക്കേ. ഷേർഖാൻ. ആ പുലിച്ചേട്ടൻ ഒരു പ്രാവശ്യം ഇര പിടിക്കാൻ ഓടിപ്പോയി, പക്ഷേ കിട്ടിയില്ല. അത് വീണ്ടും ട്രൈ ചെയ്യുമോ? പിന്നെ അവൻ അതുകൊണ്ടേ മാറത്തുള്ളൂ. അവൻ തീർച്ചയായിട്ടും വീണ്ടും ട്രൈ ചെയ്യും. പരാജയപ്പെട്ടോട്ടെ, വീണ്ടും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുമ്പോൾ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഡോണ്ട് ക്രൈ കൂട്ടുകാരാ, ഡോണ്ട് ക്രൈ. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഡോണ്ട് ക്രൈ, ബി ട്രൈ. ഓക്കെ, അതെ, ഡോണ്ട് ക്രൈ. പരാജയത്തിൽ കരയരുതേ, വീണ്ടും 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 പരിശ്രമിക്കുക, വിജയം നേടാം. ഓക്കെ, വിജയം നേടാം. നീ അതിന് തയ്യാറാണോ? യെസ്, ഇവൻ തയ്യാറാണ്. കൂട്ടുകാരെ, നിങ്ങളോ? ഡോണ്ട് ക്രൈ, ബി ട്രൈ. എത്ര പേരുണ്ട് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിയുമ്പോൾ ഇരുന്ന് കരയുന്നത്? എത്ര പേരുണ്ട് ഇഷ്ടമുള്ള ഫുഡ് പപ്പായും മമ്മിയും മേടിച്ചു തന്നില്ലേ ഇരുന്ന് കരയുന്നത്? എത്ര പേരുണ്ട് എൻ്റെ പെൻസിൽ ചെറുതാണെന്ന് പറഞ്ഞ് കരയുന്നത്? എൻ്റെ ഡ്രസ്സ് നല്ലതല്ല എന്ന് പറയുന്നത്? മക്കളെ, ഡോണ്ട് ക്രൈ, ഓൾവേസ് ട്രൈ. യത്നിച്ചെങ്കിലേ, അധ്വാനം ചെയ്തെങ്കിലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കരയുന്നതല്ല, കരയുന്നത് ഭീരുക്കളുടെ സ്വഭാവമാണ്. എന്നാൽ എന്നെയും കൊണ്ട് പറ്റും എന്ന് മനസ്സിലാക്കി അത് അവസാനത്തോളം അധ്വാനം ചെയ്ത് നിൽക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ എപ്പോഴും കഠിനാധ്വാനം ചെയ്യാൻ, ട്രൈ എഗെയിൻ ആൻഡ് എഗെയിൻ, അറ്റ് ലാസ്റ്റ് യു വിൽ ഗെറ്റ് സക്സസ്. വിജയിക്കുന്നിടം വരെ അധ്വാനിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. കുഞ്ഞു കാകൾ തുള്ളി തുള്ളി പിമ്പേ പോകാം. കുഞ്ഞു കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം. കുഞ്ഞു കാകൾ തുള്ളി തുള്ളി യേശുവെ പിമ്പേ പോകാം. പേടിയിട്ടും വേണ്ട കൂടെ യേശുണ്ട്, പേടിയിട്ടും വേണ്ട കൂടെ യേശുണ്ട്. തേടിത്തെ പാടി പാടി യേശുവെ പിമ്പേ പോകാം. ടിറ്റേ പാടി പാടി യേശുവെ പിമ്പേ പോകാം. എനിക്കറിയാം, പാടാം നേടാം എന്ന സെഗ്മെന്റിൽ നിങ്ങൾക്കെല്ലാവർക്കും പാടണം, ആ വീഡിയോ കാണണം എന്ന ആഗ്രഹമുണ്ട്. എനിക്കറിയാം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു നല്ല പാട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ വീഡിയോ ആടാം പാടാം എന്ന സെഗ്മെൻറ്റിൽ കാണും. പാടാം, നമുക്ക് നേടാം. റെഡിയാണോ? ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ആടണം, പാടണം, നേടണം. നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.